പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഈ സായന്തനത്തിൽ പരിശുദ്ധാത്മാവിൽ നിങ്ങളുമായി ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ. ആരാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ? യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ശിഷ്യന്മാർ വന്ന് ചോദിക്കുകയാണ്, ഗുരു, ആരാണ് സ്വർഗരാജ്യത്തിൽ വലിയവൻ? പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിലും ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ടാകാം. എനിക്ക് അവനേക്കാൾ സമ്പത്തുണ്ട്, എനിക്ക് അവനേക്കാൾ വിദ്യാഭ്യാസമുണ്ട്, അപ്പോൾ ഞാൻ അവനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന നിലയിലാണെന്നൊക്കെ ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. എന്നാൽ പ്രിയമുള്ളവർ, യേശുക്രിസ്തു പറയുകയാണ്, ഒരു ശിശുവിനെ തൻ്റെ അടുക്കൽ വിളിച്ചു വരുത്തി യേശു പറയുകയാണ്, മാനസാന്തരപ്പെട്ട് ഈ ശിശുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന്. യേശുക്രിസ്തു പറഞ്ഞതിൻ്റെ അർത്ഥം, ആ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ശിശുവിനെ പോലെ എളിമപ്പെട്ട് മനസ്സിൽ പകയോ വിദ്വേഷമോ വെറുപ്പോ ഒന്നുമില്ലാതെ ഒരു നിഷ്കളങ്കനായി മാറുന്നില്ലെങ്കിൽ നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ലെന്ന്. കാരണം നമുക്കൊരു ശിശുവിനെ എടുക്കുമെന്ന് മനസ്സിലാകും. ഒരു ശിശുവിനെ നിങ്ങൾ എത്ര വഴക്ക് പറഞ്ഞാലും തല്ലിയാലും എന്തെല്ലാം പറഞ്ഞാലും ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ആ ശിശു അതെല്ലാം മറന്ന് നിങ്ങളോട് കൂട്ടുകൂടും, നിങ്ങൾ തിരിച്ചു വരും, നിങ്ങൾക്ക് ഉമ്മ തരും, നിങ്ങളോട് കളിക്കും. എന്നാൽ ഒരു വലിയവരായ 2 വ്യക്തികൾ നമ്മൾ അവരുമായി വഴക്ക് കൂടുകയോ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ, ഭാര്യ ഭർത്താക്കന്മാരായിക്കൊള്ളട്ടെ, പെട്ടെന്ന് നമുക്ക് അവരുമായിട്ട് സംസാരിക്കുവാനോ അല്ലെങ്കിൽ ഇടപഴകുവാനോ സാധ്യമല്ല. കാരണം ഉള്ളിൽ ഈഗോ. ഞാൻ അവനോട് സോറി പറഞ്ഞാൽ, മാപ്പ് പറഞ്ഞാൽ അത് എനിക്ക് മോശമല്ലേ, ഞാൻ അവനേക്കാൾ ഉയർന്ന വ്യക്തിയല്ലേ, ഞാൻ എങ്ങനെ താഴ്ന്നു കൊടുക്കും എന്ന ചിന്താഗതി നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. അതുകൊണ്ട് നമ്മൾ അവരുമായി രമ്യതപ്പെടുവാൻ സാധിക്കുകയില്ല. യേശു പറഞ്ഞു, ശിശുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ, ശിശുവിനെ പോലെ നിഷ്കളങ്കനായി നമ്മുടെ മനസ്സിൽ പകയോ വിദ്വേഷമോ വെറുപ്പോ ഒന്നും നമ്മൾ വെക്കുന്നില്ല. എന്തെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ സോറി, ക്ഷമ ഏറ്റു പറഞ്ഞുകൊണ്ട് രമ്യതപ്പെടുന്നു. അതാണ് യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിത്യജീവൻ നമുക്ക് ലഭ്യമാകണമെങ്കിൽ ശിശുവിനെ പോലെ നാം ശിശുവിനെ സ്വീകരിക്കണം. ആ ശിശുവിൻ്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ കടന്നു വരണം. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ ഈ മനോഭാവം നമ്മുടെ ഇടയിലും നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകട്ടെ. യേശുക്രിസ്തു നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.